എന്നെ സംബന്ധിച്ച് ഞാൻ 2 മണിക്കൂർ ഇപ്പോൾ ഈ 2 മണിക്കൂറോളം വരുന്നൊരു സിനിമ സാധാരണ നമ്മൾ തിയേറ്ററിൽ കാണുന്ന സിനിമയുടെ ദൈർഘ്യമുള്ള ഒരു സിനിമയാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് ഈ സിനിമയെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും, പാഠപുസ്തകം പോലെ ഒരു സിനിമ. അത് ഈ സിനിമയെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനായാലും പപ്പനായാലും നമ്മൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. പലപ്പോഴും ഒരു സിനിമ ഈ 1-2 മണിക്കൂർ സമയം ജനങ്ങളുടെ കാശും വാങ്ങി അവരെ അപമാനിച്ച് ഇറക്കി വിടുന്നതാണ് പലപ്പോഴും നമ്മുടെ സിനിമകൾ. അതിലൂടെ അവർക്കൊന്നും ലഭിക്കുന്നില്ല, പലതും നഷ്ടപ്പെടുന്നു, സമയം പോകുന്നു, കാശ് പോകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സിനിമ പോയിട്ടുണ്ട്. ഒരു സിനിമയുടെ ധർമ്മം എന്ന് പറയുന്നത് ആ സിനിമയിലൂടെ എന്തെങ്കിലും പ്രകാശിപ്പിക്കുക, അത് ഈ പ്രേക്ഷകൻ, അത് സിനിമ കാണാനെത്തുന്നയാൾക്ക് ഒരു അറിവ് പകരുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യം ഈ സിനിമ ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ കുറിച്ചും അങ്ങനെ പലതും ചിന്തിക്കേണ്ടി വന്നു. അത് തന്നെയാണ് ഒരു സിനിമയുടെ ധർമ്മം, അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയുടെ ധർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളെ അതിനകത്ത് ഒരു നല്ല പ്രയോഗമുണ്ട്, പലപ്പോഴും പറയുന്നുണ്ട്. കാരണം വേരില്ലാതെ പറിച്ച് നടപ്പെടുന്ന ഒരു ചെടി അതിന് എന്ത് വളം ചേർത്തിട്ടും അത് വളരില്ല എന്ന് പറയുന്നത് അതൊരു വലിയ സന്ദേശമാണ്. പിന്നെ ഈ സിനിമയുടെ ആദ്യമായി ചെയ്യുന്നൊരു സിനിമയാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ആദ്യമായിട്ട് സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനെ തോന്നിയിട്ടില്ല ഈ സിനിമ കണ്ടപ്പോൾ, തീർച്ചയായിട്ടും. പിന്നെ ആർട്ടിസ്റ്റുകളെ, ഈ അഭിനയിച്ച കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരെയും നന്നായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സിനിമയിൽ. അതായത് സ്ക്രിപ്റ്റിങ്ങിലും ഭയങ്കര നല്ല മുഹൂർത്തങ്ങളാണ് അതൊക്കെ. ഒറ്റ വാക്കിലൂടെ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു സിനിമയുടെ ലക്ഷ്യം, അത് പ്രകാശിപ്പിക്കാൻ വേണ്ടി, അത് പറയാൻ വേണ്ടി സംവിധായകൻ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഒരു പരിധിവരെ ആവശ്യമാണ്. നമ്മൾ രക്ഷിതാക്കളും ഒക്കെയുള്ള ഒരു പറച്ചിലാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നിന്നും മാറിപ്പോകേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ട്, അവർ തിരിച്ചറിയുന്നില്ല. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഈ പറഞ്ഞ പോലെ അത് ഒരു ലക്ഷ്യമായിട്ട് തന്നെയാണ് സിനിമ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കുട്ടികൾ പഠിച്ച് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, അത് നമ്മളത് തീരുമാനിക്കുക. അവരുടെ ജീവിതം നമ്മൾ ജീവിക്കുക, അവരെ ജീവിക്കാൻ അനുവദിക്കാതെ നമ്മളെന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് അവരെ വളർത്തിയെടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരു പാഠപുസ്തകം പോലൊരു സിനിമയാണിത്. മറ്റൊന്നുമില്ല, അഭിനന്ദിക്കാൻ തന്നെയുള്ളൂ. ഒരാദ്യ സംരംഭം ഞാനെപ്പോഴും സിനിമ കാണുമ്പോൾ, ഞാനത് തിരക്കഥാകൃത്ത് നിലക്ക് സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു കഥ, ഒരാശയത്തെ കഥാരൂപമാക്കി ആ കഥയെ തിരക്കഥയാക്കി അത് അവതരിപ്പിച്ചൊരു രീതി, ഒരു അസൽ സ്ക്രിപ്റ്റിംഗ് ആണ് അതിൻ്റെ. മനോഹരമായൊരു സ്ക്രിപ്റ്റ്, മോശമല്ലാത്ത രീതിയിൽ അത് ഡയറക്റ്റ് ചെയ്തു. പിന്നെ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്നതും സിനിമയിൽ വലിയൊരു ഘടകമാണ്. അപ്പം നമുക്കറിയാം സിനിമയിൽ പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികളെ നന്നായിട്ട് എല്ലാവരും ചെയ്തിരിക്കുന്നു. നല്ലൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഈ ഒരു നിലപാടോടുകൂടി സിനിമയെ ശുദ്ധീകരിക്കുക എന്നുള്ളൊരു, ഇന്നത്തെ നിലനിൽക്കുന്ന സിനിമയെ നന്നാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും, ആവേണ്ടിയിരിക്കുന്നു. ഇനിയും സിനിമകൾ ചെയ്യാം. വളരെ നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞതാണ്. ഇത് ഒരു നല്ല സിനിമയാണ്.